പത്രങ്ങളൊക്കെ വാങ്ങിക്കുന്ന എന്തിനാ? വായിക്കാറില്ലേ? ഞാൻ വായിക്കാൻ തുടങ്ങായിരുന്നു. കട്ടിലിനടി കിടന്നോണ്ടാണോടാ പത്രം വായിക്കുന്നത്? അത് ഞാൻ ഇത് കണ്ടില്ലേ, 2026 ഫെബ്രുവരി 11 തീയതിയാണ് സിവിൽ സർവീസിന്റെ പ്രാഥമിക പരീക്ഷ. ഈ ന്യൂസ് കണ്ടില്ലായിരുന്നോ? IPS കാരനാകാൻ പോകുന്ന നീ അല്ലടാ ഇത് ആദ്യം കാണേണ്ടത്. ഇത് ഞാൻ കണ്ടു മുത്തശ്ശി. എവിടെ കണ്ടെന്ന്? എന്നിട്ടാണോ ഞാൻ പറഞ്ഞപ്പോ നീ ഞെട്ടിയേ? എന്റെ മോളെ, ഇവനോ ബോധമില്ല. നീ എങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ? ശരി മുത്തശ്ശി. ശരി ശരി, പഠിത്തോ ഉറക്കമൊക്കെ നടക്കട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചുക്ക് കാപ്പി എടുത്ത് കുടിക്കാൻ മറക്കണ്ട. ശരി മുത്തശ്ശി. മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. സത്യടോ, ഞാനും വല്ലാതങ്ങ് പേടിച്ചുപോയി. എടോ എന്താ? പേടിക്കണ്ട, ഒന്നും വരില്ല. നമ്മടി ജീവിച്ചാലും മരിച്ചാലും നമുക്കൊന്നുമില്ല. നമുക്ക് അയാളെ അറിയ പോലുമില്ല. മരണം വരെ നമുക്കിടയിൽ മാത്രം ആ രഹസ്യം സേഫായിരിക്കും. മറന്നേക്ക്, താനതെല്ലാം മറന്നേക്ക്. എന്താണോ? ഞാനല്ലേ കൂടെ, ഒന്നും സംഭവിക്കില്ല. ഈ മനുഷ്യ അവളുടെ കൂടെ അങ്ങ് പോയോ? വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. എന്നും ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി. ടിവിയിൽ കണ്ടതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായി. ഒരു SP യുടെ കൂടെ ഒരു വനിതാ SI എങ്ങനെ 24 മണിക്കൂർ വാല് പോലെ നടക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? തെളിവില്ലാതൊന്നും ചോദിക്കാനും പറ്റില്ലല്ലോ. ചോദിച്ചാലും കുഴപ്പം, ചോദിച്ചില്ലെങ്കിലും കുഴപ്പം. ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? താനെന്താടോ ഇന്ന് വാതിൽക്ക് തന്നെ നിന്ന് കളഞ്ഞ്? എന്നെ സ്വീകരിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉണ്ടല്ലോ. കാലത്ത് ഇവിടെ നിന്ന് പോയ ആളല്ലല്ലോ ഇപ്പൊ വരുന്നത്. എന്റെ മുഖച്ചായ വല്ല മാറിയോ? തെളിവ് കിട്ടിയ ഞാൻ മുഖച്ചായ മാറ്റും. നീ എന്താ ഈ പിറുപിറുക്കുന്നെ? മുഖച്ചായ അല്ല മാറിയത്, ആള് തന്നെ മാറിയെന്ന് പറഞ്ഞതാ. ഇപ്പൊ ടിവിയിലൊക്കെ സൂപ്പർ സ്റ്റാർ അല്ലേ? എന്തോന്ന്? ഞാൻ കണ്ടായിരുന്നു ടിവിയിൽ ദത്തന്റെ പ്രകടനം. ആ കാളിയർക്കാവിലെ ഡെഡ് ബോഡി എടുക്കുമ്പോ. ഓ അതോ? അതെന്താ അത്ര ചെറിയ കാര്യമാണോ? ദത്തയുടെ നല്ല സൂപ്പർ ആയിട്ടല്ലേ പെർഫോം ചെയ്തേ. താങ്ക് യു മൈ ഡിയർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. മുകളിൽ കാടിന്റെ ഭാഗത്ത് പിടിവിലി നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട്. ആക്രമിച്ചത് മനുഷ്യനാണോ മൃഗങ്ങളാണോ അതോ ഇനി ആത്മഹത്യയാണോ എന്നൊക്കെ വരുന്ന മണിക്കൂറുകളിലെ സ്ഥിരീകരിക്കാൻ പറ്റൂ. ഏതായാലും ഞങ്ങൾ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റികളും ഉപയോഗിച്ച് വളരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയല്ലേ ഏട്ടൻ പറഞ്ഞത്? എന്റെ ഈശ്വര, നീ ഇത് കാണാപ്പാടം പഠിച്ചോ? പിന്നെ സ്നേഹമുള്ള ഭാര്യമാര് പഠിക്കണ്ടേ? ദത്തേട്ടന്റെ ഓരോ ചലനങ്ങളും എനിക്ക് മനപ്പാടാ. ഓ അതിശയം തന്നെ. പിന്നെ ചാനലുകാർ പ്രത്യേകം പറഞ്ഞു SP ഉമാദത്തന്റെ നേതൃത്വത്തിൽ ഭീകര അന്വേഷണം നടക്കുകയാണെന്ന്. സത്യം പറയാലോ, അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര രോമാഞ്ചം വന്നു. ഓർക്കുമ്പോ ഇപ്പോഴും രോമാഞ്ചം വരിക. നീ എന്നെ വല്ലാതങ്ങ് കിളത്തുകയാണല്ലോടി ഭാര്യയെ. ഓൺലൈനിൽ എന്തെങ്കിലും ഓർഡർ ചെയ്തോ അതോ പോക്കറ്റ് മണിയെല്ലാം വേണോ? അതെന്താ, കാശ് വേണ്ടപ്പോ മാത്രം ഞാൻ ദത്തനെ കുറിച്ച് നല്ലത് പറയത്തുള്ളോ? അടുത്ത കാലത്തായിട്ട് എന്റെ ഓർമ്മ അങ്ങനെ. അതെങ്ങനെയാ? എന്നെ കുറിച്ച് ഓർക്കാൻ നേരെയില്ലല്ലോ. നീ എന്താടി ഒരുമാതിരി മുള്ളു വെച്ച് സംസാരിക്കുന്നേ? പിന്നെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച ഞാൻ എന്താ പറയണ്ടേ? അതിന് ഞാനെന്ത് സംസാരിച്ചു? നീ
നിങ്ങൾ ഇന്ന് അതിരാവിലെ കാളിയാർമേട്ടിലേക്ക് പോയായിരുന്നോ? ആ പോയി, ഒരു 8 മണി കഴിഞ്ഞപ്പോ. എത്ര പോലീസുകാരുണ്ടായിരുന്നു? ആ SIയും CAയും ചേർത്ത് ഒരു 6-7 പേരുണ്ടായിരുന്നു. മരിച്ചതാരാണെന്ന് വല്ലതും അറിഞ്ഞോ? ഇല്ല, ഏകദേശം 25-30 ഇടയിൽ പ്രായമുള്ള ഒരു പെണ്ണിന്റേതാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അതൊക്കെ TV ന്യൂസിൽ ഞാനും കണ്ടായിരുന്നു. എന്തായാലും സംഗതി അഭിഹിതമാണെന്ന് ഉറപ്പാ. അത് നിനക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ എല്ലായിടത്തും അതാണല്ലോ. വെയില് ചടന്ന പശുവിന് കോല് കൊണ്ട് മരണം. എല്ലാ വിധത്തിന്റെയൊക്കെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്നൊരു പണിയും ചെയ്യാതെ ഫുൾ ടൈം TV കണ്ടിരിപ്പായിരുന്നു അല്ലേ? ആ, അതുകൊണ്ടാണല്ലോ ഓരോ വിവരങ്ങൾക്ക് അറിയാൻ പറ്റുന്നേ. അല്ല ദത്തേട്ടാ, ഈ SP-യുടെ കൂടെ ഇത്ര CI വേണം, ഇത്ര SI വേണം എന്നൊക്കെ നിർബന്ധമുണ്ടോ? ഏയ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മളെ ഫേവർ ചെയ്യുന്നവരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓഹോ, അങ്ങനെയാണല്ലേ? കാണിച്ചു തരാം. എന്തോന്ന്? അല്ല, അത് നന്നായി പറഞ്ഞതാ. നമുക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാലോ. ഇടി ഭാര്യയെ, നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാലേ എന്റെ ഒരു പണി നടക്കൂല. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. നീ എനിക്ക് എന്തെങ്കിലും വിളമ്പി വെക്കേ. ഇന്ന് നല്ല വിശപ്പുണ്ടാവുമല്ലേ? അത്യാവശ്യം. ഞാൻ ഊഹിച്ചു. അല്ല, ഇന്നൊരുപാട് സ്ട്രെയിൻ ചെയ്ത ദിവസമാണല്ലോ. എടി, ഒരു പോലീസുകാരന്റെ ജീവിതത്തില് എന്നും സ്ട്രെയിൻ തന്നെയാ. എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എടി, പോയി വിളമ്പ്. അല്ല, അപ്പൊ പോയ വഴിക്ക് നിങ്ങളൊന്നും കഴിച്ചില്ലേ? അല്ല, കൂടെ സുജാതയൊക്കെ ഉള്ളതല്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത് ഞങ്ങൾ ഓരോ പഴംപൊരിയും ചായയും കുടിച്ചായിരുന്നു. എല്ലാ പോലീസുകാരും കഴിച്ചോ? പഴംപൊരി എല്ലാരും കഴിച്ചില്ല. അത് ചിലരൊക്കെ വടയും ബോണ്ടയൊക്കെ കഴിച്ചേ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പഴംപൊരി കഴിച്ചു? അല്ലല്ല, ഈ CA ശർമ്മ സാറും പഴംപൊരിയാ കഴിച്ചത്. അല്ല, നിനക്ക് എന്തൊക്കെയാണ് അറിയണത്? നീ ചുമ്മാ അതൊന്നും പറയാതെ പോയി ചോറുണ്ട്. ഓഹോ, എന്തായാലും ഫ്രഷ് ആയിട്ടല്ലേ കഴിക്കുന്നുള്ളൂ. അതിനിപ്പോഴേ വിളമ്പിക്കുന്ന കാര്യം എന്താ? നിനക്ക് എന്തു പറ്റി? നിന്റെ പിരി മൊത്തം അഴിഞ്ഞു പോയാ? എന്റെ ഒരു തലവിധി.